ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന പടം ദ ഗേൾ ഇൻ ക്യാബിൻ 13 എന്ന് പറയുന്ന 2021 റിലീസായ ഒരു പടമാണ്. അതായത് ഒരു പെണ്ണ് കാടിന്റെ നടുക്കുള്ള 13 നമ്പർ ക്യാബിനിൽ താമസിക്കുന്നു. അവൾക്ക് എന്ത് പറ്റി എന്നുള്ളതാണ് ഈ കഥയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ഈ പടത്തിന്റെ തുടക്കത്തിൽ ഒരു പെൺകുട്ടി പാചകം ചെയ്യുന്നത് കാണിക്കുന്നു. ഈ പെൺകുട്ടി ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര ഫേമസ് ആണ്. ഫേമസ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഫേമസ് എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു 1000-2000 ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ഒരു പെണ്ണ്. ഇവൾ താൻ കഴിക്കുന്ന എല്ലാ ആഹാരത്തിന്റെയും ഫോട്ടോസ് എടുത്ത് താൻ ഇതാണ് കഴിക്കുന്നത്, ഇവിടെ വെച്ചാണ് കഴിക്കുന്നത് എന്ന് പറഞ്ഞ് ആ സ്ഥലത്തിന്റെ ലൊക്കേഷൻ ഉൾപ്പെടെ എല്ലാം ടാഗ് ചെയ്ത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യും. ഇതാണ് നമ്മുടെ ഹീറോ, അതായത് നമ്മുടെ ഇൻസ്റ്റാ ഫേമസ് ആയ പെണ്ണിന്റെ കാമുകൻ. ഇവർ രണ്ടുപേരും കൂടി താമസിക്കുന്നത് ഈ കാമുകന്റെ വീട്ടിലാണ്. അപ്പൊ പെട്ടെന്ന് ആരോ കഥയിൽ തട്ടുന്ന ശബ്ദം കേൾക്കുന്നു. കാമുകൻ പോയി നോക്കുമ്പോൾ അവിടെ ആരും തന്നെ ഇല്ല. അടുത്ത വീട്ടിലെ കുട്ടികൾ ആരെങ്കിലും തമാശക്ക് ചെയ്തതായിരിക്കും. നീ പോയി നിന്റെ ജോലി നോക്ക് എന്ന് പറഞ്ഞിട്ട് അവൻ വീടിന്റെ അലാറം സെറ്റ് ചെയ്യുന്നു. പെട്ടെന്ന് ഹീറോയിൻ നോക്കുമ്പോൾ അടുക്കള വശത്ത് മുഖംമൂടി അണിഞ്ഞ ഒരു വ്യക്തി നിൽക്കുന്നു. അത് കണ്ട് ഹീറോയിൻ പേടിച്ച് നിലവിളിക്കുന്നു. അവൻ ഹീറോ അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ ആരും തന്നെയില്ല. എന്റെ ഹീറോ പറയും, നീ പ്രേതപ്പടങ്ങളൊക്കെ ഒരുപാട് ഇരുന്ന് കാണുന്നത് കൊണ്ടാണ് നിനക്ക് തോന്നിയതാവാം, ഇതൊന്നും കണ്ട് നീ പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു. പെട്ടെന്ന് പുറത്ത് ഒരു അലാറം അടിക്കുന്ന ശബ്ദം കേൾക്കുന്നു. ഹീറോ ഓടിച്ചെന്ന് നോക്കുമ്പോൾ ആരോ വീടിന്റെ മുൻവാതിൽ ആരോ തുറന്നിട്ടിരിക്കുന്നു. മോട്ടാക്കളായിരിക്കും ചവിട്ടി പൊളിച്ചത് എന്ന് ഹീറോ വിചാരിച്ചിട്ട് പെട്ടെന്ന് കാമുകിയോട് പറയുന്നു, നീ എത്രയും പെട്ടെന്ന് പോലീസിനെ വിളിച്ച് നടക്കുന്ന കാര്യങ്ങൾ പറയാൻ പറയുന്നു. അങ്ങനെ അവിടെ പോലീസ് എത്തുന്നു. വീടിന്റെ അകത്തും പുറത്തും എല്ലാ സ്ഥലങ്ങളിലും പോലീസ് നോക്കുന്നു. അവിടെ ആരെയും തന്നെ പോലീസിനെ കാണാൻ സാധിക്കുന്നില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടോ എന്ന് പോലീസ് ചോദിക്കുമ്പോൾ ഹീറോ പറയുന്നു, ഞാൻ ആരെയും കണ്ടിട്ടില്ല, ഇത് അടുത്ത വീട്ടിലെ കുട്ടികൾ വലുത് തമാശയ്ക്ക് ചെയ്തതാകാം എന്ന് ഹീറോ പോലീസിനോട് പറയുന്നു. ഇത് ഹീറോയിൻ പറയുന്നു, ഞാൻ കണ്ടു, വീടിന്റെ അടുക്കള വെച്ച് മുഖംമൂടി അണിഞ്ഞ ഒരാൾ നിൽക്കുന്നത് ഞാൻ വളരെ വ്യക്തമായി കണ്ടു എന്ന് പോലീസിനോടും കാമുകനോടും മാറി മാറി പറയുന്നു. പക്ഷെ രണ്ടുപേരും അത് കാര്യമായിട്ട് എടുക്കുന്നില്ല. ഉടനെ പോലീസുകാരനും ചോദിക്കുന്നു, നിങ്ങൾ പ്രേതപ്പടങ്ങൾ ഒരുപാട് കാണാറുണ്ടോ? ചിലപ്പോൾ അതുകൊണ്ടാവാം നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. നിങ്ങൾ വീടിനകത്ത് തന്നെ ഇരിക്കുന്നത് കൊണ്ടാവാം നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് ഒരു ട്രിപ്പിനോ മറ്റോ പോയിക്കൂടാ? ഒരു വെക്കേഷൻ പോലെ ഒന്ന് പോയിട്ട് വരൂ, എല്ലാം ശരിയാകും എന്ന് പറയുന്നു. അത് കേട്ട് നമ്മുടെ ഹീറോയും ഹീറോയിനും, ശരിയാണല്ലോ, നമ്മൾ ഒരുപാട് നാളായല്ലോ ട്രിപ്പിനൊക്കെ പോയിട്ട്, എന്നാൽ ശരി നമുക്കൊരു ട്രിപ്പ് പോയിട്ട് വരാം എന്ന് പറഞ്ഞ് വണ്ടിയും എടുത്ത് പുറപ്പെടുന്നു. അങ്ങനെ അവർ ഗൂഗിൾ മാപ്പിൽ അന്വേഷിച്ച് അവസാനം കാടിന് നടുവിലുള്ള ഒരു ക്യാബിൻ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് അവിടേക്ക് പോകുന്നു. ഒരുവിധം അവർ എങ്ങനെയെങ്കിലും വഴികൾ കണ്ടുപിടിച്ച് അവിടെ എത്തുന്നു. അവിടെ ചെന്നെത്തിയ പാടെ തന്നെ നമ്മുടെ ഇൻസ്റ്റാ ഫേമസ് പെണ്ണ് ഫോൺ എടുത്ത് അതിൻ്റെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്തിട്ട്, ഞാനിവിടെ ക്യാബിനിലാണ് തന്നിരിക്കുന്നത്, ഇവിടെയാണ് ഞാൻ ഇന്ന് രാത്രി സ്റ്റേ ചെയ്യാൻ പോകുന്നത്, ഞാനും എൻ്റെ ബോയ് ഫ്രണ്ട് ഇവിടെ അടിച്ചു പൊളിക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻസ്റ്റയിൽ പോസ്റ്റുകൾ ഇടുന്നു. ശേഷം ഹീറോ വീടിനുള്ളിൽ ചെന്ന് വീടൊക്കെ ചുറ്റി നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തൊപ്പി അണിഞ്ഞ ഒരാൾ വീടിനുള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്നു. ഇവനാണ് ഈ ഏരിയയിലുള്ള എല്ലാ ക്യാബിനുകളും നോക്കി നടത്തുന്ന ഇതിൻ്റെയൊക്കെ മാനേജർ. ഇതുപോലെ ഏകദേശം 10ഓളം ക്യാബിനുകൾ ഈ കാട്ടിലുണ്ട്. അതിനുശേഷം ആ മാനേജർ ഇവരോട് പറയുന്നു, വരും നിങ്ങൾക്ക് വീടെല്ലാം ചുറ്റി കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് വീടിൻ്റെ ഓരോ സ്ഥലങ്ങളുമായിട്ട് അവരെ കാണിച്ചു കൊടുക്കുന്നു. TV ഉണ്ട്, പക്ഷേ കണക്ഷൻ ഇല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ CD ഇട്ട് സിനിമ കാണാവുന്നതാണ്. തന്നെയുമല്ല ഇവിടെ ഫ്രിഡ്ജ് ഉണ്ടെങ്കിലും അതിൽ ഭക്ഷണമൊന്നുമില്ല. തന്നെയല്ല നിങ്ങൾ എന്തെങ്കിലും ആഹാരം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷേ ഇവിടെ ടവർ കിട്ടത്തില്ല. ചില നേരങ്ങളിൽ കിട്ടും, ചില നേരങ്ങളിൽ കിട്ടത്തില്ല. എന്നാലും ഭൂരിഭാഗം സമയങ്ങളിലും ഇവിടെ കിട്ടാറില്ല എന്ന് പറയുന്നു. ഉടനെ ഹീറോ ചോദിക്കുന്നു, അപ്പോൾ എമർജൻസി സിറ്റുവേഷൻ വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ലാൻഡ് ലൈൻ ഉപയോഗിക്കാവുന്നതാണ്. അതിൽ എൻ്റെ നമ്പർ കൂടാതെ എല്ലാ എമർജൻസി നമ്പറുകളും ഞാൻ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. എൻ്റെ അറിവിൽ ഇവിടെ ഒരു പ്രശ്നവും വരാനൊരു സാധ്യതയുമില്ല. ഇവിടെ ആകെയുള്ളത് നിങ്ങളും വേറൊരു ഗ്രൂപ്പും മാത്രമാണ്. അവർ കുറച്ച് അകലെയുള്ള മറ്റൊരു ക്യാബിനിലാണ് താമസിക്കുന്നത് എന്ന് പറയുന്നു. ഞാൻ വെറും മാനേജർ മാത്രമാണ്. ഈ ക്യാബിനുകൾ മറ്റും സെറ്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ മുതലാളിയാണ്. പുള്ളിക്ക് എല്ലാം വളരെ സെക്യൂർഡായി ചെയ്യുന്നതാണ് താല്പര്യം. ഈ വീട് പോലും അദ്ദേഹം നോക്കി നോക്കി കെട്ടിയ വീടാണ്. ഉദാഹരണത്തിന് നമ്മൾ ഒരു 1.5 അടിക്ക് ഒരു മതിൽ കെട്ടിയാൽ പുള്ളി ഒരു 5 അടിക്ക് കെട്ടും. അതാണ് അദ്ദേഹത്തിൻ്റെ ശീലം. അതുപോലെ നിങ്ങളിപ്പോൾ നിൽക്കുന്ന വീടിൻ്റെ അടിയിൽ പോലും പുള്ളി ഒരു സേഫ്റ്റി ബങ്കർ റെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഒരു എമർജൻസി വന്നാൽ തൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. അതിൽ തന്നെ ഒരു വർഷത്തോളം ആവശ്യമുള്ള എല്ലാ ഭക്ഷണ വസ്തുക്കളും മറ്റും മേടിച്ച് വെച്ചിട്ടുണ്ട്. ഈ വീട് പോലും ബുള്ളറ്റ് പ്രൂഫ് പോലെയാണ് അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നത്. എല്ലാ കണ്ണാടി കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്, ഇവിടുത്തെ ജനാലകളും കതവുകളും ഒക്കെ. പക്ഷേ അങ്ങനെ അത്ര പെട്ടെന്നൊന്നും ആർക്കും ഇത് പൊളിച്ച് ഈ വീടിനുള്ളിൽ പ്രവേശിക്കാൻ കഴിയുന്നതല്ല എന്ന് പറയുന്നു. അതിനുശേഷം ഹീറോ കാമുകിയോട് പറയുന്നു, ഒരു നമുക്കൊന്ന് അറിഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞ് അവർ കാട്ടുവഴിയിലൂടെ നടക്കുന്നു. അവിടെയും കാമുകി ഫോൺ എടുത്ത ഉടനെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ പകർത്തുന്നു. അതെല്ലാം എടുത്ത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. നമ്മുടെ ഹീറോയിൻ അവിടെ നിന്ന് പോകാമെന്ന് പറയുമ്പോൾ ഹീറോ പറയുന്നു, നമുക്ക് കുറച്ചു നേരം കൂടി നടന്നിട്ട് പതുക്കെ പോകാമെന്ന്. അപ്പോൾ കാമുകി പറയുന്നു, ഞാൻ തിരിച്ച് ക്യാബിനിലേക്ക് പോവുകയാണ്, ഞാൻ ആകെ ടയർഡാണ്, നീ വേണമെങ്കിൽ പോയിക്കോ എന്ന് പറഞ്ഞിട്ട് ക്യാബിനിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് ഹീറോ പതുക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ മുഖംമൂടി ഇട്ട ഒരാൾ അവൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു. ഒട്ടും പേടിക്കാതെ ഹീറോ ധൈര്യമായിട്ട് അയാളോട് ചോദിക്കുന്നു, നീ എന്തുവാടാ ആളെ കളിയാക്കുകയാണോ എന്ന് ചോദിച്ചിട്ട് ഹീറോ മുന്നോട്ട് നടന്നു നീങ്ങുന്നു. അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് വേറൊരുത്തൻ ഹീറോയുടെ പുറകിൽ മുഖംമൂടി ഇട്ട് വരുന്നു. അത് കഴിഞ്ഞ് കുറേ ദൂരം കൂടി പോകുമ്പോൾ നമ്മൾ ആദ്യം കണ്ട മുഖംമൂടി ഇട്ടവൻ ഹീറോയുടെ മുന്നിൽ വന്ന് നിൽക്കുന്നു. അപ്പോൾ നമ്മുടെ ഹീറോ ഒന്ന് ഞെട്ടും. ഹീറോ അവിടെ നിന്ന് നേരെ ഓടി കാമുകിയുടെ അടുത്ത് വരും. പക്ഷേ കാര്യങ്ങളൊന്നും പറയുന്നില്ല, കാരണം കാമുകി ഓൾറെഡി പേടിയുള്ള കൂട്ടത്തിലാണല്ലോ. ഇനി ഇത് കൂടെ അറിഞ്ഞാൽ പേടിച്ചിട്ട് ഇവിടെ നിൽക്കണ്ട, തിരിച്ചു പോകാം എന്നൊക്കെ പറഞ്ഞ് പ്രശ്നമുണ്ടാക്കുമോ എന്ന് കരുതി ഹീറോ പറയാതിരിക്കുന്നു.
അങ്ങനെ രാത്രിയായി. അവർ ആഹാരം ചെയ്തു കഴിച്ചു, 2 അടിച്ചു, ഇങ്ങനെ ഇരിക്കുന്നു. അത് കഴിഞ്ഞ് അവൾക്കൊരു ക്യാമറ ഗിഫ്റ്റ് കൊടുക്കുന്നു. അത് കിട്ടുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമാവും. അത് കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്ന് രാവിലെ എടുത്ത ഫോട്ടോസ് വീഡിയോസ് ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ പുറകിൽ മുഖംമുടി ഇട്ട് ഒരാൾ വന്ന് നിൽക്കും. പക്ഷെ അത് അവളെ ശ്രദ്ധിക്കുന്നില്ല. അത് കഴിഞ്ഞ് അവളെ ഫോട്ടോസ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഫോട്ടോകൾ ദൂരെ മരത്തിന്റെ മറവിൽ ആ ഒരു മുഖംമൂടിയിട്ട് നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെടുന്നു. അത് കാണുന്ന അവൾ ഉടനെ കാമുകനെ വിളിച്ചിട്ട് നീ ഇത് കണ്ടോ, ഹോട്ടലിൽ ആരോ നിൽക്കുന്നു എന്ന് പറയുന്നു. കാമുകൻ കണ്ടിട്ടും ഇല്ലല്ലോ, എനിക്കൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറയുന്നു. അവനെ കാണാൻ പറ്റുന്നുണ്ട്, എന്നാലും അങ്ങനെ പറയുന്നു. കാരണം കാമുകി പേടിക്കണ്ടല്ലോ എന്ന് കരുതി അവൻ പറയാതിരിക്കുന്നു. അത് കഴിഞ്ഞ് അവർ കിടക്കാൻ പോകുന്ന സമയത്ത് ഒരു ശബ്ദം കേൾക്കുന്നു. പോയി നോക്കുമ്പോൾ അവിടെ ആരുമില്ല. അത് കഴിഞ്ഞ് തിരിച്ച് റൂമിലേക്ക് പോകാൻ നേരം പിന്നെയും ഒരു ശബ്ദം കേൾക്കുന്നു. അത് കഴിഞ്ഞ് ഹീറോ പോയി നോക്കുമ്പോൾ വീടിന്റെ മുന്നിൽ 3 പേര് നിൽക്കുന്നു. നിങ്ങൾക്ക് ആരാ എന്ന് ചോദിക്കുന്നു. ഇതൊക്കെ വേറെ എവിടെയെങ്കിലും പോയി കാണിക്ക് പോടാ എന്ന് പറഞ്ഞിട്ട് ഹീറോ വീടിനുള്ളിൽ കയറി പോകുന്നു. എന്നിട്ടും എന്തോ അങ്ങോട്ട് ശരിയാവുന്നില്ല. ഞാൻ പോലീസിനെ വിളിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഹീറോ ഓടിച്ചെന്ന് ഫോൺ വിളിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഫോണിൽ റേഞ്ച് കിട്ടുന്നില്ല. എന്നാൽ ലാൻഡ് ലൈനിൽ നിന്ന് വിളിക്കുക എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ലാൻഡ് ലൈനിൻ്റെ വയർ അവർ കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുന്നു. അപ്പോൾ ഹീറോയ്ക്ക് പെട്ടെന്ന് തോന്നുന്നു ചിലപ്പോൾ ഇനി അവർ കൊള്ളടിക്കാൻ വന്നവരായിരിക്കും, അവർക്ക് കാശാണ് ആവശ്യം എന്ന് കരുതി. എന്നാൽ വല്ല കാശും കൊടുത്ത് അവർ പറഞ്ഞു വിടാം എന്ന് പറഞ്ഞ് ഹീറോ പുറത്ത് ചെന്ന് നിങ്ങൾക്ക് ക്യാഷാണ് ആവശ്യമെങ്കിൽ ഞാൻ തരാം, അതോ ഇനി അടിയാണ് വേണമെങ്കിൽ അങ്ങനെയാവാം എന്ന് പറഞ്ഞ് കയ്യിലൊരു കമ്പിയായിട്ട് ചെല്ലുന്നു. എന്നിട്ട് സൂക്ഷിച്ച് നോക്കുമ്പോൾ അവരുടെ 3 പേരുടെ കയ്യിലും ഒരു കത്തിയിരിക്കുന്നു. അത് കണ്ട പാടെ നമ്മുടെ ഹീറോ വീടിൻ്റെ അകത്തിട്ട് ഓടിക്കയറും. അത് കഴിഞ്ഞ് അവൻ അവളോട് പറയുന്നു പെട്ടെന്ന് ചെന്ന് ജനലുകളും കഥകളും എല്ലാം അടയ്ക്കേ. അത് കഴിഞ്ഞ ഉടനെ മുഖംമൂടി ധരിച്ചവർ അവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ വെച്ചിട്ട് കണ്ണാടികൾ അടിച്ചു പൊട്ടിക്കാൻ ശ്രമിക്കുന്നു. നല്ല കട്ടിയുള്ള കണ്ണാടികളായതുകൊണ്ട് അത് ചെറുതായിട്ട് പൊട്ടുന്നുണ്ട്, പക്ഷേ പൂർണ്ണമായിട്ടും പൊട്ടുന്നില്ല. ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ അവർ 2 പേരും കൂടി ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. മാനേജറിനെ എങ്ങനെയെങ്കിലും വിളിക്കണം, അയാൾ വന്നാൽ മാത്രമേ നമുക്കിനി ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ, അതേ രാവിലെ മാത്രമേ ഇനി വരത്തുള്ളൂ, അതുവരെ എങ്ങനെയെങ്കിലും പിടിച്ച് നീക്കണമെന്ന് കാമുകിയോട് പറയുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കൂടി കഴിയുമ്പോൾ അവർ കറണ്ട് ലൈൻ കട്ട് ചെയ്ത് കളയുന്നു. അങ്ങനെ ഇവർ വളരെ ബുദ്ധിമുട്ടി ആ ഇരുട്ടിൽ തപ്പി അവസാനം ഒരു ലാമ്പ് കണ്ടുപിടിക്കുന്നു. അതെല്ലാം കത്തിച്ച് നിന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഈ മുഖംമൂടി ഇട്ടവർ ഇവരുടെ ജനാലയുടെ അടുത്ത് വന്ന് ഇവരെ തന്നെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹീറോ അവരോട് ചോദിക്കും നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങൾക്ക് എന്ത് തരാൻ ഞാൻ തയ്യാറാവും, നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ മതി എന്ന് പറയുന്നു. അപ്പം അവരൊരു പേപ്പറിൽ ഞങ്ങൾക്ക് ആ പെണ്ണിനെയാണ് വേണ്ടത് എന്ന് എഴുതി കാണിക്കുന്നു. അത് കാണുമ്പോൾ അവൾ ആകെ പേടിക്കും. ഹീറോ ഒപ്പം പറയും നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട, എന്റെ ജീവൻ കൊടുത്ത് ഞാൻ നിന്നെ രക്ഷിക്കാം എന്ന് പറയുന്നു. കുറച്ചുകൂടി കഴിയുമ്പോൾ ഒരു കാർ വരുന്ന ശബ്ദം അവർ കേൾക്കുന്നു. നോക്കുമ്പോൾ അതിൽ മാനേജർ വന്നിറങ്ങുന്നു. പുള്ളിയാണെങ്കിൽ ഹെഡ്സെറ്റ് വെച്ചിട്ട് പാട്ടും കേട്ടാണ് വരുന്നത്. ഹീറോയും കാമുകയും കിടന്ന് നിലവിളിക്കുന്നതൊന്നും ശ്രദ്ധിക്കാതെ അയാൾ വന്ന ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് മാനേജർ അവിടെ നിന്ന് എണീറ്റ് നടന്നു പോകും. പുറകെ മുഖംമൂടി അണിഞ്ഞ ഒരുത്തൻ അയാളുടെ കൂടെ തന്നെ പോകുന്നു. അവർ പതുക്കെ ഇരുട്ടിലേക്ക് നടന്നു പോകുന്നു. വീടിനുള്ളിൽ ഇരിക്കുന്നവർക്ക് പിന്നീട് നടക്കുന്നതൊന്നും കാണാൻ സാധിക്കുന്നില്ല. കുറച്ചു നേരം കഴിഞ്ഞ് പോയ ആളെ കാണുന്നില്ലല്ലോ, അദ്ദേഹത്തിന്റെ കാർ ഇവിടെയാണല്ലോ പാർക്ക് ചെയ്തിരിക്കുന്നത്, എന്നിട്ട് എന്താ കാറിന്റെ അടുത്തേക്ക് വരാത്തത് എന്നും പറഞ്ഞിരിക്കുന്ന സമയത്ത് ഈ മുഖംമൂടി ഇട്ടവർ ആ മാനേജറിനെ ഇവരുടെ മുമ്പിൽ വെച്ച് തന്നെ അവന്റെ കഴുത്തെറുത്ത് ക്രൂരമായി അവനെ കൊന്നു കളയുന്നു. അത് കഴിയുമ്പോൾ ഇവർക്ക് മനസ്സിലാക്കും കളി കാര്യമായി, ഇത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കേസല്ലെന്ന്. അപ്പോൾ ഹീറോയ്ക്ക് ഒരു ഐഡിയ വരുന്നു. അവൻ കാമുകിയുടെ അടുത്ത് പറയുന്നു ഞാൻ ചെന്നിട്ട് അവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക, നീ ആ സമയം നോക്കി വീടിന്റെ പിൻവാതിൽ വഴി ഇറങ്ങി ഓടിച്ചെന്ന് നമ്മുടെ കാറെടുത്ത് രക്ഷപ്പെട്ടു. നീ എന്നെ പറ്റി ഒന്നും നോക്കണ്ട, പോകുന്ന വഴി പോലീസിനെയോ പോലീസ് സ്റ്റേഷനോ കാണുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ വരെ അറിയിക്കണം. അതേപോലെ റേഞ്ച് കിട്ടുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നു. നിന്റെ കയ്യിലാണ് എൻ്റെ ജീവൻ ഇരിക്കുന്നത്, എൻ്റെ ജീവനേക്കാൾ എനിക്ക് നിന്റെ ജീവനാണ് വലുത്, അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടു പോകണം എന്ന് പറയുന്നു. അതിനുശേഷം ഹീറോ ഫ്രണ്ടിൽ പോയിട്ട് അവരോട് പറയുന്നു ഞാൻ നിങ്ങളുടെ മുഖം ഒന്നും കണ്ടിട്ടില്ല, ഇപ്പം നിങ്ങൾ ഇവിടെ നിന്ന് പോവുകയാണെങ്കിൽ ഞാൻ ആരോടും ഒരു അക്ഷരം പോലും വാതുറക്കില്ല, പോലീസിനെ വിളിക്കുകയോ ഒന്നും തന്നെ ചെയ്യത്തില്ല, ഒരു പ്രശ്നത്തിന് വരത്തില്ല എന്ന് പറയുന്നു. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിലൊരുത്തൻ വന്നിട്ട് മുഖംമൂടി ഊരി കാണിക്കുന്നു. അതായത് നീയൊക്കെ എൻ്റെ മുഖം കണ്ടാൽ എനിക്കൊരു ചുക്കുമില്ല, നിന്നെയൊക്കെ ജീവനോടെ വിട്ടിട്ട് വേണ്ട നീ പുറത്തു പോയി പറയാൻ എന്നാണ് അതുകൊണ്ട് മുഖംമൂടിക്കാരൻ ഉദ്ദേശിക്കുന്നത്. ഒരു സൈഡിൽ കാമുകനെ വിട്ടേച്ച് പോകാൻ കാമുകി മനസ്സിലില്ല, മറുവശത്ത് ഇവരാണെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. കൂടാതെ മണ്ണെണ്ണ ക്യാൻ കൊണ്ടുവന്ന് ഈ വീടൊക്കെ മണ്ണെണ്ണ ഒഴിക്കുകയാണ്. എന്നിട്ട് ഹീറോയുടെ അടുത്ത് വന്നിട്ട് പറയും കറക്റ്റ് 5 മണിക്ക് ഞങ്ങൾ ഈ വീട് കത്തിക്കുക എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകുന്നു. പറഞ്ഞ പോലെ തന്നെ 5 മണിക്ക് തിരിച്ചു വരികയും ചെയ്യുന്നു. ആ സമയം ഹീറോയോട് സംസാരിക്കുന്ന സമയം നോക്കി കാമുകി ചെന്നിട്ട് അടുക്കള വാതിൽ തുറന്നു അവിടെ നിന്നും 6 മണികൾ പതുക്കെ ഇറങ്ങി ഓടുന്നു. ഓടി നേരെ കാറിൻ്റെ അടുത്തെത്തി കാറിലോട്ട് കാറിന്റെ ചാവി ഇടാൻ ശ്രമിക്കുന്ന നേരത്ത് കയ്യിൽ നിന്നും ചാവി വഴുതി താഴെ വീഴുന്നു. തിരിച്ചത് എങ്ങനെയെങ്കിലും തപ്പിയെടുത്ത് തിരിച്ചും ഡോർ തുറക്കാൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് മുഖംമൂടി ഇട്ടെടുത്തൽ പുറകിൽ നിന്ന് വന്ന് ഹീറോയിനെ ആക്രമിക്കുന്നു. ഉള്ള ആരോഗ്യം മുഴുവനും എടുത്ത് ഇങ്ങനെയെങ്കിലും അവനെ പിടിച്ച് തള്ളിയിട്ടിട്ട് ഹീറോയിൻ തിരിച്ച് വീട്ടിലോട്ട് ഓടുന്നു. അതേസമയം ഇവനാണെങ്കിൽ കത്തിയെടുത്ത് അവരുടെ കാറിന്റെ ടയർ കുത്തി കീറുന്നു. അപ്പം ഹീറോയ്ക്ക് മനസ്സിലാവും കാറിൽ കയറി രക്ഷപ്പെടൽ നടക്കത്തില്ല എന്ന് പറഞ്ഞ് ഇവർ കഥ അടയ്ക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഇവൻ ഓടിയൊന്ന് കഥ തള്ളിപ്പിടിക്കുന്നു. എന്നിട്ട് ഇവൻ കഥ അടയ്ക്കാൻ സമ്മതിക്കുന്നില്ല. കഥ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഇവര് കയ്യിലുള്ള കത്തിയെടുത്ത് ഇവന്റെ കൈ മുറിക്കുന്നു. കൈ മുറിച്ചിട്ട് ഇവര് അകത്തേക്ക് ഓടുന്നു. അകത്തേക്ക് ഇവര് വെപ്രാളത്തിൽ ഓടുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് കഥ അടയ്ക്കാൻ പറ്റുന്നില്ല. ഇവര് കഥ അടയ്ക്കാൻ മറന്നു പോകുന്നു. ഈ സമയം കൊണ്ട് ബാക്കിയുള്ള 2 പേരും കൂടി വന്ന് അവർ 3 പേര് വീടിനുള്ളിൽ പ്രവേശിക്കുന്നു. അവർ വന്ന് ഹീറോയിന്റെയും ഹീറോയുടെ
അവരുടെ മുമ്പിൽ നിൽക്കുന്നു. അപ്പൊ ഹീറോ കാമുകിയോട് പറയും, നീ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടു, ഇവന്മാർ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് ഹീറോ കയ്യിലൊരു കമ്പി എടുക്കുന്നു. അത് വെച്ച് ഹീറോ ഒരുത്തനെ കുത്തി തറയിലിട്ട് കുത്തിക്കൊള്ളും. അങ്ങനെ ഒരുത്തൻ കാലി. ഇനി ബാക്കി രണ്ടുപേരുണ്ട്. രണ്ടുപേരും കൂടി ഹീറോയെ പിടിച്ച് തറയിൽ കിടത്തിട്ട് അവന്റെ മുകളിൽ കയറി നിന്ന് കത്തി കൊണ്ട് അവന്റെ വയറ് കുത്തി കയറി അവന്റെ കുടലും മണ്ടോ എല്ലാം എടുത്ത് പുറത്തിട്ട് അവനെ വളരെ ക്രൂരമായി കൊല്ലുന്നു. ഇതേ സമയം നമ്മുടെ ഹീറോയിൻ ജീവനും കൊണ്ട് പുറത്തേക്ക് ഓടുന്നു. അതിലൊരുത്തൻ അവളുടെ പുറകെ ഓടുന്നു. അങ്ങനെ ഓടി അവൾ ഒരു മരത്തിന്റെ ബാക്കിൽ ചെന്ന് ഒളിച്ചിരിക്കുന്നു. അവിടെ ഇരുന്നിട്ട് സെൽഫോണിൽ കണക്ഷൻ കവറേജ് കിട്ടുന്നു നോക്കുമ്പോൾ കവറേജ് ഇല്ല. അപ്പൊ അവൾക്ക് പെട്ടെന്നൊരു ബുദ്ധി തോന്നുന്നു. അവൾ അപ്പം തന്നെ ഇൻസ്റ്റാഗ്രാം തുറന്ന് അതിൽ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു. ഇതുപോലെ ഞാനും എൻ്റെ ബോയ് ഫ്രണ്ടും കൂടി ഒരു ക്യാമിൽ വന്നിരിക്കുകയാണ്, ഇന്ന സ്ഥലത്താണ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ എല്ലാ കാര്യങ്ങളും ആ വീഡിയോയിൽ വ്യക്തമായി പറഞ്ഞതിന് ശേഷം അത് സെൻഡ് ചെയ്യുന്നു. ഇപ്പൊ റേഞ്ച് ഇല്ലെങ്കിലും റേഞ്ച് വരുമ്പം അത് പോകുമല്ലോ എന്ന് കരുതി അവൾ സെൻഡ് ആക്കിയിടുന്നു. അതേസമയം ഈ മൂടി ഇട്ട് ഒരുത്തൻ പതുക്കെ വന്നിട്ട് ഹീറോയിൻ ഒളിച്ചിരിക്കുന്ന മരത്തിന്റെ അവിടെ വന്ന് നോക്കുമ്പോൾ അവൾ അവിടെ ഇല്ല. ഇവിടെ നിന്നാണല്ലോ ശബ്ദം കിട്ടത്, അവൾ അവിടെ പോയി എന്ന് പറഞ്ഞാൽ നോക്കുന്ന സമയത്ത് ഇവിടെ പെട്ടെന്ന് ചാടി വീണ് ഒരു കല്ലെടുത്ത് അവന്റെ മുഖത്ത് തന്നെ ഒരു ഒറ്റ അടി അടിക്കുന്നു. അപ്പോഴത്തേക്ക് അവൻ മറിഞ്ഞ് തറയിൽ വീഴുന്നു. തറയിൽ മറിഞ്ഞ് അവന്റെ ദേഹത്ത് കയറി ഉള്ള ആ കല്ലുകൊണ്ട് അവന്റെ മുഖത്തേക്ക് ഞാൻ അടിക്കും. അങ്ങനെ അടി കൊണ്ട് അവൻ മരിക്കുന്നു. അപ്പൊ രണ്ടുപേര് കാലി. ഇനി ഒരുത്തിനും കൂടി ബാക്കിയാണ്. അതേസമയം ഇവിടെ അയച്ച മെസ്സേജ് സിഗ്നൽ വന്നപ്പോൾ ഡെലിവറി ആകുന്നു. ആ മെസ്സേജ് കണ്ടവരെല്ലാവരും തുരിതുരാ നമുക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇത് കണ്ടവർ എന്തായാലും പോലീസിനെ വിളിച്ചിട്ടുണ്ടാകും. പോലീസ് എത്രയും പെട്ടെന്ന് ഇവിടെ എത്തുന്നുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ ഹീറോ രക്ഷപ്പെടാൻ വേണ്ടി കാട്ടിലേക്ക് ഓടുന്ന സമയത്ത് പെട്ടെന്ന് മൂടിയിട്ട് മൂന്നാം ആള് വന്നിട്ട് ഇവളുടെ നേരെ നിന്നിട്ട് പെട്ടെന്ന് ഒരു കത്തി എടുത്തിട്ട് വയറ്റിൽ തന്നെ കുത്തുന്നു. കുത്തിയതിന് ശേഷം അവളെ ചവിട്ടി താഴെ ഇടുന്നു. തറയിൽ വീണ് കിടക്കുന്ന നമ്മളെ കാമുകിയുടെ മുകളിൽ കീറിയിരുന്ന് അവളുടെ കഴുത്ത് ഞെരിച്ച് അവളെ കൊല്ലാൻ ശ്രമിക്കുന്നു. അതേസമയം ഇവിടുന്ന് ഒരു പെട്ടെന്ന് ഒരു വെടിശബ്ദം കേൾക്കുന്നു. വെടി കൊണ്ട് അവൻ ചരിഞ്ഞു വീഴുന്നു. നോക്കുമ്പോൾ പോലീസുകാർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു അവിടെ. അതിനുശേഷം പോലീസ് വരുന്നു, കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പോഴാണ് കാര്യം മനസ്സിലാക്കുന്നത് ഈ 3 വ്യക്തികളും ഇവളുടെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ആണ്. ഇവർ 3 പേരും കൂടി ഒരു ടീം ഉണ്ടാക്കിയിരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവളെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടപ്പോൾ തന്നെ ഇവർക്ക് 3 പേർക്കും ഇവളെ വേണം. അതിനുവേണ്ടിയാണ് ഇവളെ തന്നെ പിന്തുടർന്ന് ഈ ക്യാബിൻ വരെ അവധി വന്നത്. അത് കഴിഞ്ഞ് പോലീസുകാർ അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. അങ്ങനെ കുറച്ച് ദിവസത്തെ ട്രീറ്റ്മെന്റിനൊക്കെ ശേഷം അവൾ പഴയ പോലെ വീട്ടിലെത്തി. പക്ഷേ വീട്ടിലെത്തിയ ഹീറോയിൻ പഴയതുപോലെ തന്നെ ഇപ്പോഴും ലൈവ് ഒക്കെ ചെയ്ത് ഞാനിപ്പോൾ വീട്ടിലെത്തി, ഞാൻ നോർമലാണ്, ഞാൻ വീട്ടിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് അപ്ഡേറ്റ് ചെയ്യും. ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവൾക്ക് ഒരുപാട് ഫോളോവേഴ്സ് കൂടുന്നു. അത് കഴിഞ്ഞ് അവൾ നോർമൽ ലൈഫിലോട്ട് പോകുന്നു. അങ്ങനെ അവൾ വീട്ടിൽ നിന്നും പുറത്ത് പോകാൻ വേണ്ടി കാർ എടുത്ത് പുറപ്പെടാൻ പോകുന്ന സമയത്ത് ക്യാമറയിൽ വീടിനുള്ളിൽ ഇരിക്കുന്ന അവളുടെ ലാപ്ടോപ്പ് കാണിക്കുന്നു. ആ ലാപ്ടോപ്പിൽ അവളിപ്പം വീടിനുള്ളിൽ ഇരുന്ന് ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നതും കാറിലേക്ക് കയറാൻ വേണ്ടി പുറത്തോട്ട് പോകുന്ന ദൃശ്യങ്ങളൊക്കെ ആരോ ക്യാമറയിൽ പകർത്തി അവൾക്ക് തന്നെ സെൻഡ് ചെയ്യുന്നു. അതായത് ഇപ്പോഴും അവളെ ആരൊക്കെ തുടരുന്നുണ്ട് എന്നർത്ഥം. ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്റർനെറ്റും ഇൻസ്റ്റാഗ്രാമും ഒക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ അമിതമായ അമൃതമിഷം എന്ന് പറയുന്ന പോലെ എന്തും ആവശ്യത്തിൽ കൂടുതലായാൽ അത് നമ്മളെ ആപത്തിൽ കൊണ്ടെത്തിക്കും. അങ്ങനെ ആ കഥ അവസാനിച്ചു. പുതിയൊരു മൂവിയായിട്ട് കാണുന്നത് വരെ ബൈ.